ഹായ് ഗൈസ്, ഇതുപോലൊരു സ്കിന്ന് നമ്മൾ ഹീലിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഹീൽ ചെയ്തെടുത്താൽ ചിലപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു സ്കിൻ ടെക്സ്ചർ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇതെങ്ങനെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ നോക്കാം. പുതിയൊരു മെത്തേഡൊന്നുമല്ല, കുറച്ച് പഴയ മെത്തേഡ് തന്നെയാണ്, ഓൾറെഡി ഉപയോഗിച്ച് വരുന്നൊരു മെത്തേഡാണ്. ഇത് ചെയ്യാനായിട്ട് ആദ്യം ഈ ഒരു ലെയറിൻ്റെ കോപ്പി എടുക്കുക. Ctrl+J ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ടുള്ള ലെയറിൻ്റെ കോപ്പി കിട്ടും. അതിനുശേഷം ആ ഒരു ലെയറിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻ വിവിഡ് ലൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ലെയറിനെ ഇൻവേർട്ട് ചെയ്യാം. Ctrl+I ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവേർട്ട് ആവും. എന്നിട്ട് ഫിൽറ്ററിൽ പോയിട്ട് അതറിൽ ഹൈ പാസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇതിൽ അതിൻ്റെ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ മുഖത്തെ പാടുകൾ ബ്ലറായിട്ട് ഒരു സ്മൂത്തായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഒരുപാട് റേഡിയസ് കൂട്ടി കഴിഞ്ഞാൽ എഡ്ജസ് ഒക്കെ ഒരു വിയേർഡ് ലുക്കിലേക്ക് വരും. അപ്പോൾ ഒരുപാട് കൂട്ടാതിരിക്കുക. അത്യാവശ്യം ബ്ലെമിഷസ് ഒക്കെ മാഞ്ഞു പോയി എന്ന രീതിയിൽ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഹൈ ആയിട്ട് നിൽക്കുന്ന ചില പാടുകളൊന്നും മാഞ്ഞു പോയിരിക്കില്ല, അത് നമുക്ക് പിന്നീട് ഫിക്സ് ചെയ്യാം. ഇനി ഈ ഒരു ലെയറിലേക്ക് പുതിയൊരു ഫിൽറ്റർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ബ്ലറിൽ ഗോഷ്യൻ ബ്ലർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്ലർ കൂട്ടുന്നതിനനുസരിച്ച് ഫേസിലെ ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു ഷാർപ്നെസ് കൂടി വരുന്നതായി കാണാം. നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടുന്ന രീതിയിൽ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ലെയറിലേക്ക് ഒരു മാസ്ക് ആഡ് ചെയ്ത് കൊടുക്കാം. താഴെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ മാസ്ക് കിട്ടും. മാസ്കിനെ ഇൻവേർട്ട് ചെയ്ത് കൊടുക്കുക. Ctrl+I ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസ്ക് ഇൻവേർട്ട് ആവും. എന്നിട്ട് ബ്രഷ് സെലക്ട് ചെയ്തിട്ട് ഒരു സ്മൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യുക. ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി മാസ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം ഡ്രോ ചെയ്ത് കൊടുക്കുക. കൂടുതൽ എഡ്ജിലേക്ക് കടക്കാതിരിക്കുക. പാടുകൾ ഉള്ള ഭാഗത്ത് മാത്രം ഡ്രോ ചെയ്ത് കൊടുക്കുക. ബാക്കി കുറച്ച് പാടുകൾ മായ്ച്ച് കളയാനുണ്ട്. അത് മായ്ച്ച് കളയാനായിട്ട് രണ്ട് ലെയറിനെയും മെർജ് ചെയ്യുക. രണ്ട് ലെയറിനെയും മെർജ് ചെയ്യാനായിട്ട് Alt+Ctrl+Shift+E ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ലെയറിനെയും മെർജ് ചെയ്തിട്ട് പുതിയൊരു ലെയർ നമുക്ക് കിട്ടും. അതിൽ ഹീലിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ ഹീൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.